കാർഡ്ബോർഡ് പീസ് 9 സെൻറ്റിമീറ്റർ വീതിയിലും 12 സെൻറ്റിമീറ്റർ നീളത്തിലും നമ്മൾ കട്ട് ചെയ്തിട്ടിട്ട് ഇതേപോലെ നമ്മൾ ചുറ്റണം 50 പ്രാവശ്യം 50 ടൈംസ് നമ്മൾ ചുറ്റിയിട്ട് ഇതുപോലെ ഒരു വശം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ചുറ്റുന്നത് റെഡ് കളറാണ്. അതേപോലെ തന്നെ 50 ടൈംസ് നമ്മൾ ചെയ്തിട്ട് സെയിം നീളം ഇതേപോലെ തന്നെ നമ്മൾ ഒരു നൂലെടുത്ത് ഇതേപോലെ ടൈ ചെയ്ത് വെച്ചിട്ട് ഇതൊരു ക്രോസ് പോലെ നമ്മൾ വെക്കുക. എന്നിട്ട് അത് രണ്ട് വശത്തു നിന്ന് ഇങ്ങനെ നല്ലതായിട്ട് വലിച്ചു പിടിച്ചിട്ട് ഇതിൻ്റെ രണ്ട് വശവും നമ്മൾ കെട്ടണം. ഇത് നമ്മൾ റെഡ് നൂലുകൊണ്ടും മറ്റേ നൂലുകൊണ്ടും കെട്ടണം. ആ റെഡായിരിക്കും നമ്മുടെ ബേഡിൻ്റെ തലയായിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഇത് നല്ലതായിട്ട് മുറുക്കി കെട്ടണം. ഒരു 2 പ്രാവശ്യം കെട്ടണം. എന്നിട്ട് ഇനി അടുത്തത് മറ്റേ സ്ഥലത്ത് നമ്മൾ ഇതുപോലെ കെട്ടുക. ഇനി നമുക്ക് വേണ്ടിയത് ചിറകാണ് കേട്ടോ, അതിൻ്റെ വിങ്. അപ്പം അത് നമ്മൾ ആ കാർഡ്ബോർഡിൻ്റെ 9 സെൻറ്റിമീറ്റർ നീളം ഉള്ള സ്ഥലമില്ലേ, അത് 9 സെൻറ്റിമീറ്റർ വീതിയിൽ ഉണ്ടായിരുന്നില്ല, അത് നീളമാക്കി എടുത്തുകൊണ്ട് അപ്പോൾ 9 സെൻറ്റിമീറ്റർ കിട്ടും. ഇതുപോലെ 50 ടൈംസ് ആ ബ്ലൂ ഇതും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിക്കുക ബ്ലൂ എല്ലാം കൂടി. എന്നിട്ട് ഒരു സ്ക്രഞ്ചിയോ റബ്ബർ ബാൻഡോ എല്ലാം ഇട്ട് ഇതേപോലെ ഒന്ന് വെക്കുക. നമ്മൾ ഈ 2 കളറും കൂടി ഒന്നിച്ച് ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ ആ സൈഡിലോട്ട് റെഡിൻ്റെ സൈഡിലോട്ട് അതിൻ്റെ ഇങ്ങനെ ഒന്ന് വിതർത്തി വെക്കുക. അപ്പോൾ അതിൻ്റെ ബോഡിയാണ് കേട്ടോ ഫ്രണ്ടിലത്തെ. അപ്പോൾ എന്നിട്ട് ഇതേപോലെ നമ്മൾ രണ്ടായിട്ട് ചുറ്റി നന്നായിട്ട് ഒന്ന് മുറുക്കി കെട്ടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ അതിൻ്റെ വിങ് ആയിട്ട് വരുന്ന ഭാഗം ഇതുപോലെ ഊരിയെടുത്ത് നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ചിറകിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ പിടിച്ച് വെച്ച് എല്ലാം കൂടി ഒരു ചരടിൽ ചുറ്റി എല്ലാം കൂടി ഒന്ന് കെട്ടണം, ഒറ്റക്കെട്ട്. എന്നിട്ട് പിന്നെ ഒന്നും കൂടി കെട്ടണം കേട്ടോ, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് നേരെ വെച്ചു. നമ്മൾ ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഇതിൻ്റെ ട്രിം ചെയ്യാണ് അതിൻ്റെ ടെയിൽ കേട്ടോ. അത് ഇതുപോലെ തന്നെ സൈഡിലോട്ടാക്കി ഇങ്ങനെ ട്രിം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് തരത്തിൽ ടെയിൽ വേണോ അതുപോലെ ചെയ്യാം. പിന്നെ ബാക്കിൽ നമ്മൾ നല്ലതായിട്ട് ട്രിം ചെയ്ത് കളയണം. അപ്പോൾ അതവിടെ പ്രോപ്പറായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് ചുണ്ട് അല്ലെങ്കിൽ പീക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു നൂലെടുത്ത് ഒന്ന് സാധാ കെട്ടുക നടുക്ക്. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഒരെണ്ണം അതിനോടടുത്ത് തന്നെ വേറൊന്നും കൂടി കെട്ടി ആ കെട്ടയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മൾ 2 അറ്റത്തും കൂടി ഒന്നിച്ച് പിടിച്ച് 2 കെട്ടും കൂടി കെട്ടി എല്ലാം ഒന്നിച്ച് അടുത്തടുത്തിരിക്കണം. എന്നിട്ട് അത് ഇതുപോലെ നമ്മൾ എന്നിട്ടൊരു ഗ്ലൂ പുരട്ടിയിട്ട് ആ നൂലിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അഴിഞ്ഞു പോകത്തില്ല. ഇനി നമുക്ക് ആ ചുണ്ട് നമുക്ക് അതിൻ്റെ ഇതുപോലെ നമ്മൾ വെച്ചു. ഇനി നമുക്ക് കണ്ണാണ് വേണ്ടത്. കണ്ണ് നമുക്കിങ്ങനെ വാങ്ങിക്കാനും കിട്ടും. പിന്നെ അല്ലെങ്കിൽ മുത്തുകൾ വെച്ചാൽ മതി, ബീഡ്സ് വെച്ചാലും മതി. ഇതുപോലെ തന്നെ 2 സൈഡിലും വെച്ച് നമ്മുടെ നല്ല ഭംഗിയുള്ള ബേഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കണേ. താങ്ക് യു.